പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് കോഴ്സിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് ഇന്നത്തേത്. അപ്പം ഇന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ആവശ്യകത, അതുപോലെ തന്നെ പ്രധാനമായിട്ടും എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്ന നമ്മുടെ പ്രധാനപ്പെട്ട പദങ്ങൾ പരിചയപ്പെടുക, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് ആപ്പുകളുടെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക എന്നിവയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്താണ് വീഡിയോ എഡിറ്റിംഗ് എന്നുള്ളത് മനസ്സിലാക്കാം. വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒട്ടേറെ ഷോട്ടുകൾ ഒരുമിച്ച് കട്ടിങ്, ട്രിമ്മിങ്, അതുപോലെ തന്നെ ട്രാൻസിഷൻ ഉപയോഗിച്ച് അതിലേക്ക് എഫക്റ്റുകൾ കൂട്ടിച്ചേർത്ത് ഓഡിയോയും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളൊക്കെ ആഡ് ചെയ്ത് അതുപോലെ തന്നെ അതിൻ്റെ കളറിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തിയിട്ട് നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ടിനെ നമുക്ക് ഈ പ്രോസസ്സിനെ നമുക്ക് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയാം. അപ്പം ഒന്നുമില്ല, കുറച്ച് കട്ടും അതുപോലെ തന്നെ ട്രിമ്മും ചെയ്ത് അതുപോലെ തന്നെ ട്രാൻസിഷനുകൾ ആഡ് ചെയ്ത് കുറച്ച് എഫക്റ്റുകളൊക്കെ കൂട്ടിച്ചേർത്ത് കുറച്ച് ഓഡിയോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ആഡ് ചെയ്ത് സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്ന ഇതിനാണ് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് വീഡിയോ എഡിറ്റിംഗ് എന്തിനാണ്, വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ആവശ്യകത എന്താ എന്നുള്ളതാണ്. അപ്പം ഒരു പോസ്റ്ററിനേക്കാളും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഒരു വീഡിയോ ആയിരിക്കും. അപ്പം നമുക്കിപ്പം നമ്മൾ ഈ ടൗണുകളിലൊക്കെ, ഹോട്ടലുകളിലൊക്കെ, ടി വികളിലൊക്കെ പോസ്റ്റർ വെക്കുന്നതിനായിട്ടും കൂടുതൽ നമ്മൾ കാണാൻ സാധിക്കുക വീഡിയോകളാണ്. അവരുടെ പരസ്യ ആഡുകളൊക്കെ എന്താണ്, വീഡിയോ രൂപത്തിലാണ് കൂടുതലും കാണാൻ സാധിക്കുക. ആളുകളുടെ ശ്രദ്ധ ഈ മോഷൻ ഉള്ള വീഡിയോകളിലേക്ക് പോകും. അപ്പം ഒരു പോസ്റ്ററിനേക്കാളും ആളുകൾ ചിലപ്പം ഈ അനക്കുണ്ടാകുന്ന ഈ വീഡിയോകളിലേക്ക് നോക്കാൻ സാധിക്കും. അതുതന്നെയാണ് പ്രധാനമായിട്ടും വീഡിയോ എഡിറ്റിങ് മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുന്നേറിയിരിക്കുന്നത്. മാത്രവുമല്ല, ഇത് ഒരു കഥ പോലെ, സ്റ്റോറി പോലെ നമുക്ക് വീഡിയോ ഉപയോഗിച്ചിട്ട് ഒരു കഥ പറയാൻ തന്നെ സാധിക്കും. അതുപോലെ തന്നെ വിവിധ പ്ലാറ്റ്ഫോമുകൾക്കനുസരിച്ച് നമുക്ക് വീഡിയോയെ തയ്യാറാക്കാൻ സാധിക്കും. അതിൻ്റെ റേഷ്യോകൾക്കനുസരിച്ച് നമുക്ക് വീഡിയോ എടുത്ത ഷോട്ടുകളൊക്കെ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് വെച്ച് ഒരു യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പോലത്തതിനനുസരിച്ച് വീഡിയോകൾ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അവിടെയാണ് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ആവശ്യകത പ്രധാനമായിട്ട് വരുന്നത്. ഇനി നമുക്ക് വീഡിയോ എഡിറ്റിംഗ് രീതികളാണ്. വ്യത്യസ്ത തരത്തിലുള്ള വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. ബേസിക്കായിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ സിനിമാറ്റിക് വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. ബേസിക്കായിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതായത് കട്ടിങ്, ട്രിമ്മിങ്ങും അതുപോലെ തന്നെ ക്ലിപ്സൊക്കെ മെർജ് ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ അതിൽ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക, അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യുക, സൗണ്ട് എഫക്റ്റ് കുറച്ച് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ കുറച്ച് ടെക്സ്റ്റും ഓവർലേസൊക്കെ ആഡ് ചെയ്യുന്ന രീതിക്കാണ് നമ്മൾ ബേസിക് എഡിറ്റിംഗ് എന്ന് പറയാം. ഇനി സിനിമാറ്റിക് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് പ്രധാനമായിട്ടും കളർ ഗ്രേഡിയൻറ്റും അതുപോലെ തന്നെ സ്ലോ മോഷൻ, ഫാസ്റ്റ് മോഷൻ എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു രീതിക്കാണ് സിനിമാറ്റിക് എഡിറ്റിംഗ് എന്ന് പറയുക. അതുപോലെ തന്നെ സിനിമാറ്റിക് ട്രാൻസിഷനൊക്കെ ഉൾക്കൊള്ളുന്ന രീതിക്കാണ് സിനിമാറ്റിക് വീഡിയോ എഡിറ്റിംഗ് എന്ന് നമ്മൾ പറയുക. അടുത്തൊരു രീതി മോഷൻ ഗ്രാഫിക്സ് ആനിമേഷനാണ്. അതായത് ആനിമേറ്റഡ് ടെക്സ്റ്റുകൾ, ഗ്രാഫിക്സ് ഇതൊക്കെ ചേർത്തുകൊണ്ടുള്ള എഡിറ്റിംഗ് രീതിയാണ് സിനിമാറ്റിക് എഡിറ്റിംഗ്. അപ്പം നമ്മൾ അലൈറ്റ് മോഷനൊക്കെ പഠിക്കുമ്പോൾ അത് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ സ്ലോ മോഷൻ, ഫാസ്റ്റ് മോഷൻ, കീ ഫ്രെയിമുകൾ ഉപയോഗിച്ച് മോട്ടോൺ എഫക്റ്റുകൾ സൃഷ്ടിക്കുന്ന രീതിയാണ് മോഷൻ ഗ്രാഫിക്സ് ആനിമേഷൻ. അടുത്തത് ഗ്രീൻ സ്ക്രീൻ എഡിറ്റിംഗ്. അതായത് നമ്മളിപ്പം കുറേ ഗ്രീൻ സ്ക്രീനൊക്കെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഉണ്ടാവില്ല. അതായത് ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ച് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ സാധിക്കും. അതുപോലെ ഗ്രീൻ സ്ക്രീൻ കൊണ്ട് പലതരം ഉപകാരങ്ങളുണ്ട്, എല്ലാവർക്കും തന്നെ അറിയുന്നതായിരിക്കും. നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകൾ കൂടുതലായിട്ട് അതിന് മനസ്സിലാക്കാം. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട എഡിറ്റിംഗ് പദങ്ങളാണ്, ടേംസാണ്. അപ്പം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫ്രെയിം റേറ്റ്, FPS, അതായത് ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിം പെർ സെക്കൻഡ് എന്നാണ് അതിൻ്റെ പൂർണ്ണനാമം. അതായത് ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിമുകൾ വേണമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. അതായത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക 30 ആയിരിക്കും, അല്ലെങ്കിൽ 24. 60 FPS ഒക്കെ ഉപയോഗിക്കുന്നത് സ്ലോ മോഷൻ വീഡിയോകൾക്കൊക്കെ 60 FPS മതി. അപ്പം ഇവിടെ നമുക്ക് 24 അതുപോലെ തന്നെ 30 ഒക്കെ നമുക്ക് ഉപയോഗിച്ചാൽ മതിയാകും. ഫ്രെയിം റേറ്റ് നമ്മൾ ഏതായാലും പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്.
അതുപോലെ തന്നെയാണ് റെസൊല്യൂഷൻ നമ്മൾ ഇപ്പോൾ കുറഞ്ഞതായിട്ട് നമ്മൾ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുക 1080p റെസൊല്യൂഷനാണ്. അതായത് ഫുൾ HD ആണ് ഇപ്പോൾ സാധാരണയായിട്ട് എല്ലാവരും ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ 4K ഉണ്ട്, അതുപോലെ തന്നെ HD ആയിട്ട് 720p റെസൊല്യൂഷനും ഉണ്ട്. HD ഉണ്ട്, ഫുൾ HD, 4K. ഈ റെസൊല്യൂഷനുകളൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കൽ. അതുപോലെ തന്നെ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബിൻ്റെ റേഷ്യോ അല്ല, ഇൻസ്റ്റഗ്രാമിൻ്റെ റേഷ്യോ. അങ്ങനെ അതായത് റീൽസിൻ്റെ റേഷ്യോയും അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ സാധാ വീഡിയോയുടെ റേഷ്യോ ഒക്കെ വ്യത്യാസമുണ്ടല്ലോ. ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളതിലോട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് അതിൻ്റെ ആ വീഡിയോയുടെ രീതിക്കുള്ള ആ സൈസിനെയാണ്. അടുത്തത് ട്രാൻസിഷൻ. അതായത് ഒരു വീഡിയോ അടുത്തൊരു വീഡിയോയിലേക്ക്, അതായത് ഒരു ഷോട്ടിൽ നിന്ന് അടുത്തൊരു ഷോട്ടിലേക്ക് മാറുന്നതിൻ്റെ ഇടയിൽ വരുന്ന ഒരു എഫക്റ്റ് അല്ലെങ്കിൽ മറ്റു രീതികൾക്കൊക്കെ ട്രാൻസിഷൻ എന്ന് പറയാം. ഇപ്പോൾ റണ്ണിങ് ആയിരിക്കുന്നത് ലൈറ്റ് എഫക്റ്റ് പോലത്തെ എഫക്റ്റുകളൊക്കെയാണല്ലോ. അടുത്തത് കീ ഫ്രെയിമാണ്. കീ ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമുക്ക് ആനിമേഷനാണ് ഈ കീ ഫ്രെയിം ഉപയോഗിക്കൽ. ഒരു കീ കൊടുത്തിട്ട് അടുത്ത കീ എവിടെയാണോ അതായത് നമ്മൾ ചെയ്യുന്ന എഫക്റ്റുകൾ അല്ലെങ്കിൽ മോഷൻ പൊസിഷൻ അടുത്ത കീ വെച്ചിട്ട് അത് അവിടെ എത്തുമ്പോൾ എങ്ങനെയാവണമെന്ന് നമുക്ക് ഈ കീ ഫ്രെയിം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തൊന്ന് ക്രോമാ കീയാണ്. ക്രോമാ കീ ആയത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ സ്ക്രീൻ എഡിറ്റിങ്ങിനാണ് ഉപയോഗിക്കുക. ഗ്രീൻ സ്ക്രീൻ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുമ്പോൾ ക്രോമാ കീയാണ് നമ്മൾ ഉപയോഗിക്കുക. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ എഡിറ്റിംഗ് ആപ്പാണ്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എഡിറ്റിംഗ് ആപ്പിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. അതായത് ഓരോ വീഡിയോക്കനുസരിച്ചായിരിക്കണം എഡിറ്റിംഗ് ആപ്പുകൾ ഉപയോഗിക്കേണ്ടത്. അതായത് നമ്മളിപ്പോൾ നമ്മുടെ കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആപ്പുകൾ ഏതൊക്കെയെന്ന് വെച്ചാൽ അഡിറ്റ് മോഷൻസ്, ക്യാപ്കട്ട്, കൈമാസ്റ്റർ, VN, ഇൻഷോട്ട് എന്നിവയാണ്. അപ്പം ഇത് നമ്മൾ ഓരോന്നും ഓരോ ഉപയോഗത്തിനാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യുക. സാധാരണയായിട്ട് അലൈറ്റ് മോഷനൊക്കെ മോഷൻ വീഡിയോകൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതായത് റീൽ ചെയ്യേണ്ട ആളുകൾ അലൈറ്റ് മോഷൻ ഉപയോഗിച്ചിട്ട് വലിയ കാര്യമില്ല, അതിനോട് ചെയ്യാൻ. പക്ഷേ കൂടുതൽ എളുപ്പം മറ്റു ആപ്ലിക്കേഷനുകളാണ്. ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. അപ്പം ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ആപ്പുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക, അതിനെ മനസ്സിലാക്കുക എന്നുള്ളതും ഒരു പ്രധാന കാര്യമാണ്. ഇവിടെ നമ്മൾ കുറച്ച് ആപ്പുകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഉപയോഗവും നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അനുസരിച്ച് മനസ്സിലാക്കി ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്, ഇനി നമ്മളൊരു മൊബൈൽ വീഡിയോ എഡിറ്റിംഗ് റെഡി ആവാൻ വേണ്ടിയിട്ട് അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് അഞ്ചാമതായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ വീഡിയോ എഡിറ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്ന വീഡിയോ ഷോട്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ വീഡിയോ എടുത്തതാവാം. ഇത്തരം ഷോട്ടുകളൊക്കെ ക്ലിയർ ഉള്ള വീഡിയോ ഷോട്ടുകളും വീഡിയോ കട്ടുകളൊക്കെ ഉപയോഗിക്കുക. കാരണം ക്ലിയർ ഇല്ലാത്തതായിരിക്കും നമ്മൾ പിന്നെ എത്ര രീതിയിൽ റെസൊല്യൂഷനിൽ ഡൗൺലോഡ് ആക്കിയിട്ടും കാര്യമില്ല, ആ വീഡിയോയുടെ ഭംഗി അതിലൂടെ നഷ്ടപ്പെടും. അപ്പോൾ ഉയർന്ന നിലവാരത്തിലുള്ള ഫൂട്ടേജുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. കുറഞ്ഞത് എന്താണ്, അത് 1080p നിലവാരമുള്ള റെസൊല്യൂഷനുള്ള ഫൂട്ടേജുകൾ കുറഞ്ഞത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ലിപ്പുകളൊക്കെ നിങ്ങളിപ്പോൾ ഒരു ഷോട്ട് ചെയ്ത ക്ലിപ്പുകളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ക്ലിപ്പുകളാണെങ്കിൽ, നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഫോൾഡറുകളിൽ ക്രമീകരിച്ച് വെക്കുക എന്നുള്ളതും വളരെ വീഡിയോ എഡിറ്റിങ്ങിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്. അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശരിയായ ആപ്പ് തിരഞ്ഞെടുക്കുക. എഡിറ്റിങ്ങിന് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ആപ്പ് തിരഞ്ഞെടുക്കുക. മാത്രവുമല്ല, നമ്മളെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം സ്റ്റോറേജ് ആവശ്യമുണ്ടാകും. അപ്പം നല്ല സ്റ്റോറേജുള്ള ഫോൺ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഫോണിൽ സ്റ്റോറേജ് ഇല്ലെങ്കിൽ അത്യാവശ്യം സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷം വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനും അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വീഡിയോ എഡിറ്റിങ്ങിൽ ഹെഡ്ഫോൺ ഉപയോഗിക്കുക എന്നുള്ളത്. കാരണം അതിൻ്റെ നോയ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഹെഡ്സെറ്റ് തന്നെ ഉപയോഗിക്കണം. അതിനനുസരിച്ച് നമുക്ക് ശബ്ദവും ഓഡിയോ കാര്യങ്ങളും മ്യൂസിക് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല സൗണ്ട് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വീഡിയോ എഡിറ്റിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും ഈ കാര്യം അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്.
പിന്നെ ആറാമതായിട്ടുള്ള കാര്യം, നിങ്ങൾ ഈ കോഴ്സിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഈ കോഴ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും ലഭിക്കുക CapCut, Motion, VN, InShot, KineMaster എന്നീ ആപ്പുകളെ കുറിച്ച് പ്രൊഫഷണൽ രീതിയിൽ വീഡിയോ എഡിറ്റിംഗ് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ട്രാൻസിഷനുകൾ, എഫക്റ്റുകൾ, ടെക്സ്റ്റ്, ആനിമേഷനുകൾ ചേർക്കുന്നതിൻ്റെ രൂപങ്ങളും ടിപ്സുകളും ഐഡിയകളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ, ഈ കോഴ്സിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് പറയും. അതുപോലെ തന്നെ സിനിമാറ്റിക് വീഡിയോ, റീലുകൾ, ആനിമേറ്റഡ് മോഷൻ എഫക്ട്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതും നമ്മൾ ഈ ക്ലാസ്സുകളിൽ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ എങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടി വീഡിയോ തയ്യാറാകാം, അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യാം എന്നൊക്കെ നമ്മൾ ഈ കോഴ്സിൽ പറയുന്നതാണ്. ഇനി ക്ലാസ്സുകളൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു എന്ന് കരുതുന്നു. ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല, ഘടിപ്പിച്ചിട്ടില്ല. വെറും 12 മിനിറ്റിൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ. അപ്പം ഇനി ഇത്ര കേട്ട ഒരാൾ ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, മിനിമം ഒരു 5 വീഡിയോ എഡിറ്റിംഗ് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 5 വീഡിയോ എഡിറ്റിംഗ് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിന് ശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്ക് അവിടെ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എഡിറ്റ് ചെയ്ത വീഡിയോകൾ നോക്കി അവയുടെ ട്രാൻസിഷൻ എഫക്റ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വാച്ച് ചെയ്തിട്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോ എഡിറ്റിംഗ് അടുത്ത ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ ആവശ്യമുണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കുക. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ തയ്യാറാക്കേണ്ടത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ 5 വീഡിയോ എഡിറ്റിംഗ് ആപ്പുകളും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അതിൻ്റെ ലിങ്ക് നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തവർക്കൊക്കെ ഗ്രൂപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എന്താക്കുക, നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ വാച്ച് ചെയ്തിട്ട് അതിൻ്റെ രീതികളൊക്കെ ഒന്ന് കണ്ട് നോക്കി മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോ ഷോർട്ടുകൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഫോൾഡറുകൾ സൂക്ഷിച്ച് വെക്കുക. ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു.